അദ്ദേഹം ജയിലിലായിരിക്കുന്ന സമയത്തും അതിനുശേഷമൊക്കെ എൻ്റെ അമ്മ ദിവസവും ആൻറ്റിയെ വിളിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. ഇവർ രണ്ടുപേരും ഒരുമിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അത്രയ്ക്ക് അടുത്ത ബന്ധം എല്ലാ ബാരിയേഴ്സിനും അപ്പുറം ഞങ്ങളുടെ കുടുംബങ്ങളുമായിട്ടുണ്ട്. അപ്പം ഗണേശന് ഞങ്ങളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, ഒരു പ്രതീക്ഷയുള്ള നേതാവായിരുന്നു. ഇല്ല, എന്താ പറഞ്ഞു? തന്റെ കുടുംബം തകർത്തു, മക്കളെ തന്നിൽ നിന്ന് അകറ്റിയതും അത് ഇന്നലെ പറഞ്ഞല്ലേ? അത് ഞാൻ അപ്പം തന്നെ മറുപടി കൊടുത്തല്ലോ. അപ്പം തന്നെ എൻ്റെ പിതാവ് അദ്ദേഹമില്ല. എന്നിൽ അദ്ദേഹം എൻ്റെ പിതാവിനെ കാണുന്നോന്നറിയില്ല. അതുകൊണ്ട് എന്നിൽ നിന്ന് മറുപടി പ്രതീക്ഷിക്കുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു. ഇനി കൂടുതലൊന്നും പറയാനില്ല, എല്ലാം കൃത്യമായി ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മനസ്സാക്ഷിയോട് അദ്ദേഹം ചോദിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇത് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഇത് കൂടുതലൊരു വിവാദത്തിലേക്ക് ഞാൻ തയ്യാറല്ല, മനസ്സിലായോ? കാരണം എൻ്റെ പിതാവിനെ ഇതിലേക്ക് ഞാൻ എന്താ പറയുക, കൂടുതൽ ഒരു വിവാദത്തിലേക്ക് ഞാൻ വലിച്ചഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കേരള സമൂഹത്തിലെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം. മാത്രമല്ല, ഞാൻ എന്താ പറഞ്ഞത് നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞതിനെ നിങ്ങൾ എടുത്തു നോക്കുക. ഞാൻ എന്ത് പറഞ്ഞു? വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരു കുടുംബമാണ് ബാലകൃഷ്ണ സാറിൻ്റെ. അദ്ദേഹം ജയിലിലായിരിക്കുന്ന സമയത്തും അതിനുശേഷമൊക്കെ എൻ്റെ അമ്മ ദിവസവും ആൻറ്റിയെ വിളിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. ഇവർ രണ്ടുപേരും ഒരുമിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അത്രയ്ക്ക് അടുത്ത ബന്ധം എല്ലാ ബാരിയേഴ്സിനും അപ്പുറം ഞങ്ങളുടെ കുടുംബങ്ങളുമായിട്ടുണ്ട്. അപ്പം ഗണേശന് ഞങ്ങളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, ഒരു പ്രതീക്ഷയുള്ള നേതാവായിരുന്നു, വലിയ പ്രതീക്ഷയുള്ള നേതാവായിരുന്നു അദ്ദേഹം. ആ പ്രതീക്ഷ അസ്ഥാനത്തായോ എന്നുള്ളത് മാത്രമല്ല ഞാൻ പറഞ്ഞു. ഞാൻ എന്തെങ്കിലും കൂടുതൽ പറഞ്ഞിട്ടുണ്ടോ? ഇതിൻ്റെ അപ്പുറം ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഇതിനപ്പുറം എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് നിങ്ങൾ കാണിക്കുക. മകനെ പോലെ കണ്ടിരുന്ന ഒരാളെ എന്നുള്ള നിലയ്ക്ക് അതെ, ഞാനിപ്പോൾ പറഞ്ഞതിലെല്ലാം ഇല്ലേ, എൻ്റെ മദറും അദ്ദേഹത്തിൻ്റെ മദറും ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങളൊരു ഫാമിലി ആയിരുന്നു. ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷ ഉള്ള നേതാവ് ഉയർന്നു വരുമ്പോൾ ഗണേശനെ കുറിച്ച് ഞങ്ങൾക്ക് വലിയ സ്വപ്നങ്ങളായിരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളെല്ലാം അതേപോലെയാണ് അദ്ദേഹത്തെ കണ്ടിരുന്നത്. ആ പ്രതീക്ഷ എവിടെയോ തെറ്റിയോ എന്നുള്ളത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. പല കാര്യങ്ങളുണ്ട്. അതായത് KSRTC ബസിന്റെ പടിക്കെട്ടിന്റെ ഉയരം കൂട്ടിയത് പോലും അമ്മ പറഞ്ഞിട്ടാണെന്നുള്ള തരത്തിലുള്ള പരാമർശം വരെ വന്നു. അതായത് തീർത്തും വ്യക്തിപരമായ തരത്തിലേക്ക്. അതിനെന്താ കുഴപ്പം? അദ്ദേഹം അങ്ങനെ നടന്നിട്ടുണ്ട്, നല്ല കാര്യം. അത് ഇതുമായിട്ട് എന്താ ബന്ധം? ഞാനിതിനകത്ത് ഇത് കൃത്യമായി ഞാനൊരു നിലപാട് പറഞ്ഞു. ആ കുടുംബത്തിൽ ഞങ്ങൾ ഇനി കൂടുതൽ കാരണം ഞാൻ എന്തുകൊണ്ട് കൂടുതൽ കമൻറ്റ് പറയുന്നില്ല. കാരണം എൻ്റെ ഫാദർ അങ്ങനെയാണ്, പരസ്പരം ബാലകൃഷ്ണ സാർ അങ്ങനെയായിരുന്നു, ശ്രീ ഗണേശനുമായിട്ടുള്ള ബന്ധം ഞങ്ങൾക്ക് എങ്ങനെയാണ്. ഞാൻ അതുകൊണ്ട് കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞത് ശരിയാണോ എന്ന് അദ്ദേഹം സ്വയം ചോദിക്കട്ടെ. കാരണം സ്ലിപ്പ് ഓഫ് ദ ടങ് ആയിരിക്കാം, പെട്ടെന്നൊരു അറിഞ്ഞുകൊണ്ടായിരിക്കത്തില്ല ചിലപ്പോൾ അദ്ദേഹം പറഞ്ഞത്. സ്ലിപ്പ് ഓഫ് ദ ടങ് ആയിരിക്കാം. ഒരു എന്താ പറയുക, ചില കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോൾ അദ്ദേഹം അങ്ങ് പറഞ്ഞു പോയതായിരിക്കാം. താങ്കൾ അറിയുന്ന ഗണേഷ് കുമാർ അങ്ങനെ പറയാൻ സാധ്യതയില്ല അല്ലേ? അദ്ദേഹം അങ്ങനെ പറയേണ്ട കാര്യമില്ല. ഇപ്പം ഞാൻ അദ്ദേഹത്തെ ആക്രമിച്ചു എന്നുള്ള വിഷമത്തിൽ പറഞ്ഞു പോയതായിരിക്കാം. ഞാൻ അതിൻ്റെ അപ്പുറം ഒന്നും ഞാൻ അതിൽ കാണുന്നില്ല. അല്ല, ഞാൻ കൂടുതൽ പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞു പോയതായിരിക്കാം, ആ ഒരു ഇതിൽ പറഞ്ഞതായിരിക്കാം. അദ്ദേഹം അങ്ങനെ പറയുമെന്ന് ഞങ്ങളാരും പ്രതീക്ഷയില്ല, പക്ഷെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇതിൽ പറഞ്ഞതായിരിക്കാം. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്ന സമയത്ത് ഈ സോളാർ കേസൊക്കെ വീണ്ടും ഇത് ലൈവാക്കി നിർത്താനുള്ള എന്തെങ്കിലും ഒരു ഗൂഢാലോചന എൻ്റെ പിന്നിലുണ്ടോ? ഇത്തരം പ്രസ്താവനകൾക്ക് പിന്നിൽ LDF നിൽക്കുകയാണല്ലോ. അല്ല, ഞാനതിനൊന്നും കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ഫ്ലോയിൽ പറഞ്ഞതായിരിക്കാം. ചിലപ്പോൾ ഫ്ലോ കിട്ടുമ്പോൾ അങ്ങനെ പറഞ്ഞു പോയതായിരിക്കാം.